ഹായ് എവരി വൺ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്ന എൻ്റെ ഒരു സാരിയാണ്. നല്ല ഭംഗിയായിട്ടുള്ളൊരു പെയിൻറ്റിങ് ഈ സാരിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതെനിക്ക് വേണ്ടി ഒരു ആൻറ്റി ചെയ്ത് അയച്ചു തന്നാണ്. അപ്പോൾ ഈ സാരിയുടെ കളർ കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഈ സാരി വേണം എന്നാണ് എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് ആൻറ്റിയുടെ ഒരു ഫ്രണ്ടിനെ കൊണ്ടിട്ട് ഇത് പെയിൻറ്റ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നു. കണ്ടോ, നല്ല ഭംഗിയായിട്ടാണ് കൊക്കിനെ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് പെയിൻറ്റഡ് സാരിയാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി പേരിങ്ങനെ ഡൗട്ട് ചോദിക്കാറുണ്ട്, ഇതേപോലെയുള്ള സാരിയിൽ പെയിൻറ്റ് ചെയ്യാൻ സാധിക്കുമോ, പെയിൻറ്റ് ചെയ്താൽ ഭംഗി ഉണ്ടാവുമെന്ന്. അങ്ങനെ ചോദിക്കുന്നവർക്കുള്ള ഒരു ആൻസറാണ് കേട്ടോ ഇത്. ഇത് ഞാൻ പല ആംഗിളിൽ കാണിക്കാം. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ. മെറ്റീരിയൽ ഒന്നുകൂടെ അടുത്ത് കാണിക്കാം. കണ്ടോ, നെറ്റ് കോട്ട സാരിയിൽ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പിസ്ത ഗ്രീൻ ഷെയ്ഡാണ്. ഈ കളർ ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇത് നേരത്തെ വന്ന സമയത്ത്, അതായത് എനിക്ക് തോന്നുന്നു ഈ സാരി ഒരു 6 months ബിഫോർ ഞാൻ അയച്ചു കൊടുത്ത സാരിയാണ്. അപ്പോൾ അതാണ് പെയിൻറ്റ് ചെയ്തിട്ട് എനിക്ക് തിരിച്ച് അയച്ചു തന്നത്. അപ്പോൾ ഞാൻ ഈ സാരി വെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ സാരി സിംഗിൾ പ്ലീറ്റായിട്ട് ഇടാനായിട്ട് ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാൽ കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് നമ്മളെപ്പോഴും പ്ലീറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് സാരി സ്കൂളിൽ വെയർ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു സൈഡിലെ പോർഷൻസൊക്കെ വരുമ്പോൾ കുറച്ച് ബ്ലാങ്ക് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതിൽ ചെറിയൊരു ഹാൻഡ് വർക്ക് ചെയ്താലോ എന്ന്. അപ്പോൾ അങ്ങനെ ആലോചിച്ചിട്ട് ഈ സാരി എന്തെങ്കിലും കൂടി ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പല്ലുവിൻ്റെ പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ ഡിസൈൻ വന്നിട്ടുണ്ട് കണ്ടോ. ഇത് ഞാനിപ്പോൾ വിടർത്തിയിട്ടേക്കോട്ടെ നിങ്ങളെ കാണിക്കാനായിട്ട്. ഞാൻ എൻ്റെ ബെഡിലാണ് ഈ സാരി വിടർത്തിയിട്ടേക്കുന്നത്. അല്ലെങ്കിൽ ഈ വലിയൊരു പിക്ചർ അതിൽ ഫുള്ളായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് വീഡിയോയിലൊക്കെ കൊണ്ടുവരാൻ പാടാം കണ്ടോ. അപ്പോൾ ഞാനതിന് സാരി ഫുള്ളൊക്കെ വെച്ച സാരിയാണ്. അപ്പോൾ അതിൽ ഹാൻഡ് വർക്ക് കൂടി ഒന്ന് ചെയ്താലോ എന്ന് വിചാരിച്ച് ചെറിയൊരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഈ ഹാൻഡ് വർക്കും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഈ സാരിയിൽ വന്നിരിക്കുന്ന ത്രെഡിൻ്റെ ഷെയ്ഡ്സ് തന്നെയാണ് ഈ ചെറിയ ഫ്ലവേഴ്സിലും ചെയ്തിരിക്കുന്നത്. ഈ ഫ്ലവർ അപ്പോൾ സാരി നമ്മൾ വെയർ ചെയ്യുമ്പോൾ കാണുന്ന ഭാഗത്തായിട്ട് വരുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് അധികം ഫ്ലവേഴ്സ് ഞാൻ അതെല്ലാം കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഈ സാരിയിലെ പെയിൻറ്റിങ്ങിൻ്റെ സെയിം ഷെയ്ഡ്സാണ് കേട്ടോ ഞാൻ ഈ ഫ്ലവേഴ്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ സാരി വെയർ ചെയ്ത സമയത്ത് കാണാനായിട്ട് ഭംഗിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ മാക്സിമം ഇതിൽ തന്നെ കളേഴ്സ് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഇതിൽ ഏത് കളർ ത്രെഡ് ഇട്ട് വർക്ക് ചെയ്താൽ ഭംഗിയായിരിക്കും എന്ന്. അപ്പോൾ ഞാനിത് വർക്ക് ചെയ്യാൻ ഉള്ള ത്രെഡ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്പർ കൂടി നിങ്ങളെ ഒന്ന് കാണിക്കാം. ഗ്രീൻ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് നോർമലി നമ്മൾ യൂസ് ചെയ്യാറില്ല, 0256. ദെൻ അതുപോലെ പീച്ചിൻ്റെ ഷെയ്ഡ്സ് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പീച്ചിൻ്റെ ഷെയ്ഡ് വരുമ്പോഴേക്കും 010 കണ്ടോ. ഇത് ഞാനൊരു ഗ്രീൻ സർഫേസിൽ വെക്കാം കണ്ടോ. പീച്ചിൻ്റെ ഷെയ്ഡ് വരുന്നത് 010. പിന്നെ അതേപോലെ കുറച്ച് ഡാർക്കായിട്ട് 011. ദെൻ അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്തിട്ടുണ്ട് 07. അതായത് 7, 10, 11 3 ഷെയ്ഡ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത് കണ്ടോ. ഈ ഫ്ലവർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഗ്രീൻ ഞാൻ സിംഗിൾ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രീൻ ചെറിയൊരു പോർഷൻ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ സിംഗിൾ കളറായിട്ട് യൂസ് ചെയ്തു. പിന്നെ പീച്ചിൻ്റെ ഷെയ്ഡ്സ് യൂസ് ചെയ്തു. ഷെയ്ഡ് നമ്പേഴ്സ് 7, 10 and 11. അതുപോലെ തന്നെ ഗ്രീനിൽ ഞാൻ ഷെയ്ഡൊന്നും യൂസ് ചെയ്തില്ല, ഓൺലി 2 ലീവ്സേ ഉള്ളൂ. പക്ഷേ ഫ്ലവേഴ്സ് ചെയ്യുന്ന സമയത്ത് 3 ഫ്ലവറിന് 3 കളർ കൊടുത്തു. പിന്നെ അതിൻ്റെ ചെറിയൊരു ബഡ് പോലത്തെ ഒരു പോർഷൻ കണ്ടോ, അതിൽ ഞാൻ 2 കളറും കൊടുത്തു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഐഡിയ അനുസരിച്ചൊക്കെ നിങ്ങൾക്കിത് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഡിസൈൻ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ലേസി ഡേസി ആയതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിലൊരു റിപ്പീറ്റേഷൻ വരും എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതിൻ്റെ ഒന്നും കാണിക്കുന്നില്ല കണ്ടോ. ഞാനിതിലൊരു 4 ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ ആ ഒരു ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ചെറിയ ഫ്രെയിം യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 1-2 ഡൗട്ട് ഇതിൽ ക്ലിയർ ആയില്ലേ. അതായത് ഹാൻഡ് വർക്കും ഹാൻഡ് വർക്ക് മീൻസ് ഹാൻഡ് എംബ്രോയ്ഡറിയും ഹാൻഡ് പെയിൻറ്റിങ്ങും കൂടി മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്യാൻ പറ്റുമോ. അതേപോലെ നെറ്റ് കോട്ട സാരിയിൽ ഇതേപോലെ ഹാൻഡ് പെയിൻറ്റിങ് ചെയ്യാൻ പറ്റുമോ. അങ്ങനെ ഒത്തിരി ഡൗട്ട്സൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഏത് കളർ സാരിയിലും നമുക്ക് ഭംഗിയായിട്ട് ഹാൻഡ് പെയിൻറ്റിങ് ചെയ്യാൻ സാധിക്കും കേട്ടോ.
അപ്പോൾ ഇതേപോലെയുള്ള വർക്കുകളെല്ലാം ചെയ്ത് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കസിൻസിന് ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ മീറ്റ് സൂൺ.